ഹായ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? രാവിലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഞായറാഴ്ചയല്ലേ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പുറത്ത് പോവുമോ ഒക്കെ ഉണ്ടായില്ലേ? ഞാനിന്ന് എന്താ ഉണ്ടാക്കണേന്നറിയാമോ? ഞാൻ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾ ഒരാൾ കളിക്കണം, ഒരാൾ ട്യൂഷന് പോയിരിക്കുന്നു, ഏട്ടൻ ഇവിടെ ഉണ്ട്, അച്ഛൻ പുറത്ത് പോയിരിക്കണം. അപ്പം ഞാനിത് ഞായറാഴ്ചയായിട്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ ഉള്ളി എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഗ്യാസിൽ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും. പിന്നെ കടുക്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ. കടുക് പൊട്ടുന്നു, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇട്ടു, പിന്നെ ഉഴുന്നും കടലപ്പരിപ്പും ആട്ടോ. അതിന് ഇളക്കി കൊടുത്തു, ഒന്ന് മൂക്കട്ടെ. കുറച്ച് ജീരകവും കൂടെ ഇടും കേട്ടോ. ജീരകം, വെളുത്തുള്ളി, ചെറിയ സവാള, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിടാം കേട്ടോ. ചോറിന് ഉപ്പിട്ടതുകൊണ്ട് ഇതിന് ബാക്കി ഉപ്പ് വേണ്ടേ, കുറച്ച് ഉപ്പിടാം. കുറുമ്പ് കാണിക്കാതെ പാപ്പു. ഇത് ഇഞ്ചി അരച്ച് വെച്ച ഇഞ്ചി നീരാട്ടോ. ഇഞ്ചി അരിഞ്ഞതില്ല. അപ്പോൾ ഇഞ്ചി കുറച്ചൊഴിച്ച്, ഇഞ്ചി നീര് കുറച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളകാപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊന്ന് മിക്സാക്കി എടുക്കും. അത് പച്ച പട്ടാണി വേവിച്ചത് കേട്ടോ, അത് കൊടുത്ത് വെക്കാം. അതിട്ടിപ്പോ ഈ മല്ലിയിലയ്ക്ക് പറയുക ചീര ഇടട്ടേന്ന്. മല്ലിയില ആള് അടുത്ത പാചകക്കാരനാണ് കേട്ടോ. പാചകക്കാരൻ ചീര മല്ലിയില ഇടാറപ്പോൾ ഞാൻ വിളിക്കാം, അവിടെ നിന്നാൽ മതി കേട്ടോ. അങ്ങനെ ചേരുവകളൊക്കെ പരുവായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും പുറത്തൊക്കെ പോയോ? കാലാവസ്ഥ കുഴപ്പമില്ല, വെയിലൊക്കെ അടിച്ചു തുടങ്ങുന്നു. എന്നിട്ടും പുറത്തൊക്കെ പോയിരിക്കാൻ വേണ്ടിയില്ല. ഞങ്ങളിന്നങ്ങും പോയിട്ടില്ല. എനിക്കിരിക്കുന്നു. ഇപ്പോൾ തക്കാളിച്ചോറൊക്കെ വെച്ച് കഴിക്കുക. കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് അമ്പലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പോയി കുടിക്കാനൊക്കെ പോകുന്നുണ്ടോ? അവിടെ പോയില്ല. അച്ഛൻ കഴിച്ചിട്ട് വരുമോ? അയാൾ തുരുന്നൊക്കെ അച്ഛൻ അവിടെ കഞ്ഞി അമ്പലത്തിലുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കഴിച്ചിട്ട് വരും. അപ്പോൾ തക്കാളിച്ചോറിൻ്റെ പരുവം നോക്കാം കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ടിട്ട് അതൊക്കെ കേട്ടോ.
അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡിയായിരിക്കുകയാണ്. അത് ഒക്കെ നന്നായിട്ടുണ്ടോ? തക്കാളി ചോറ് റെഡിയായിട്ടുണ്ട്. ആഹാ, ആൾ മല്ലിത്താല ഇടാൻ വന്നിട്ടോ. മല്ലിത്താല ഇടണമെന്ന് പറഞ്ഞിട്ട് പോയ ആൾ വന്നിട്ടുണ്ട്. പുള്ളു ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ നന്നായിരിക്കും. ഒന്നെ മല്ലിത്താഴ ഇട്ടോളൂ. പൊക്കിടണ കയ്യിൽ കൊള്ളലേ. ഞാനെന്താ മല്ലിയില ഇട്ടുന്ന ആള് മല്ലിയില ഈ 4 ആണ് കേട്ടോ. എന്നാൽ ഇട്, കൈ പൊള്ളാതിട്. ആ ഓ, മല്ലിയില ഇടാവുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഭക്ഷണം. ഇതിൻ്റെ വലിയ സഹായമാണ് അത് ചെയ്തത്. വളരെ ഉപകാരം. നന്ദിയുണ്ട് കേട്ടോ. ആൾക്കങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ ഹെൽപ്പ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തക്കാളി ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തക്കാളി ചോറാണ് ഉച്ചയ്ക്ക് ഊണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യൽ തക്കാളി ചോറാണ്. കഴിക്കാൻ വായോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഞങ്ങൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി ഞങ്ങൾ വരാം. അപ്പോൾ ബൈ ബൈ. എൻ്റെ തക്കാളി ചോറ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് ലൈക്ക്. ഓക്കെ, ശരി, ബൈ ബൈ.